നമസ്കാരം. മതമാണ് 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 എല്ലാം. ഇത് പറയുന്നത് KM ഷാജിയാണ്. അതൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്. അംഗീകരിക്കാൻ ആവില്ല. മതനിരപേക്ഷതയാണ് കേരളത്തിന് മുഖ്യം. അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയിലധികവും ഏതാണ്ട് 35 വയസ്സിൽ താഴെയുള്ള പോപ്പുലേഷനാണ്. അങ്ങനെയെങ്കിൽ ഈ ജെൻസി കാറ്റഗറി ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ആ ഒരു പശ്ചാത്തലത്തിലാണ് മതപരമായ ധ്രുവീകരണം, ഒരു വശത്ത് ന്യൂനപക്ഷ ധ്രുവീകരണം, മറുപക്ഷത്ത് ഭൂരിപക്ഷ ധ്രുവീകരണം. ഇതിനിടയിൽ കിടന്ന് വീർപ്പ് മുട്ടാനാണോ കേരളത്തിൻ്റെ നിയോഗം? അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ട് ഉയർന്നിരിക്കുന്ന ഈ സമയത്ത് ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം സമുദായ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രതീതി ഖേദത്തോടെ, വിഷമത്തോടെ, വളരെ പ്രക്ഷുബ്ധമായ മനസ്സോടെ മാത്രമേ അതിനെ കാണാൻ ആവുന്നുള്ളൂ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെയും NSSൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെയും കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളുടെ പൊരുൾ തിരിച്ചുകൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിലേക്കാണോ കേരളം 2 മുന്നണികളും നീങ്ങുന്നത്, 3 മുന്നണികളും നീങ്ങുന്നത് അങ്ങോട്ടാണോ? എന്താണ് NSS SNDP ഐക്യത്തിൻ്റെ പിന്നിലെ കാറ്റലിസ്റ്റ്? ഒരു അന്വേഷണമാണ് ഈ വീഡിയോയിൽ. 1. വെള്ളാപ്പള്ളി നടേശൻ്റെ വാർത്താ സമ്മേളനം. ആ സെറ്റിങ്ങിൽ വെള്ളാപ്പള്ളി ഇതുവരെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. പോയിന്റ് നമ്പർ 1, വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ രക്തം ചുരുക്കം, അതിനെ ബേസ് ചെയ്താണ് ഞാൻ വിലയിരുത്തുന്നത്. പോയിന്റ് നമ്പർ 1, LDF വിൽ കം ബാക്ക് ടു പവർ. പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ദർ ഇസ് നത്തിങ് അഗൻസ്റ്റ് LDF ഗവൺമെൻറ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. 2, VD സതീശൻ എന്ന കോൺഗ്രസ്സുകാരൻ SNDPയുടെ ആജന്മ ശത്രുവാണ്. SNDPക്ക് ഉൾക്കൊള്ളാൻ ആവില്ല. അദ്ദേഹത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു SNDPയുടെ ജനറൽ സെക്രട്ടറി. SNDP എന്ന് പറയാനാവില്ല, അത് വിവിധ ചിന്താഗതിയുള്ള, വിവിധ രാഷ്ട്രീയമുള്ള ആളുകൾ അതിനകത്തുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ മാത്രം ചിന്തയാണ്. 3, ഇവിടെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗവൺമെൻറ് തിരുത്തലിന് തയ്യാറാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനോട് യാതൊരു അയിത്തവുമില്ല, വിവേചനവുമില്ല. സ്വർണ്ണക്കൊള്ള എന്ന വാക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ വായിൽ നിന്ന് വന്നിട്ടേ ഇല്ല. ശബരിമല എന്ന് എന്നൊരക്ഷരം ശബരിമലയെക്കുറിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല. മുൻപ് 2019 ആചാര സംരക്ഷണവും യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് SNDP ഉൾപ്പെടെ നിലപാടെടുത്തു. NSS ആണ് തീവ്ര നിലപാടെടുത്തതെങ്കിലും ഇപ്പോൾ ആ നിലപാടുകൾക്കൊന്നും പ്രസക്തിയില്ല. ഭഗവാന്റെ സ്വർണം ആര് കട്ടുകൊണ്ട് പോയാലും അത് SNDP ജനറൽ സെക്രട്ടറിയുടെ വിഷയം അല്ല എന്ന് തോന്നലാണ്. അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അതിനർത്ഥം എന്താ? വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. SNDP യോഗത്തെ ഒരുമിച്ച് നിർത്തുന്നു. പോയിന്റ് നമ്പർ 4, അവിടെയാണ് പ്രധാനം. അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. NSSും SNDPയുമായി ചരിത്രപരമായി പലപ്പോഴും യോജിച്ച് നിന്നിട്ടുണ്ട്, വിയോജിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഏതാനും വർഷം മുൻപ് ചരിത്രപരമായ ഒരു നിയോഗം, പ്രത്യേകിച്ച് SNDPയുടെ ഒരു ആശീർവാദത്തോടെ BDJS എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുന്ന സമയത്തിന് തൊട്ട് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു പ്രസിദ്ധമായ വാചകമുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ്. അതിനർത്ഥം നായരുടെയും നമ്പൂതിരിയുമല്ല, പ്രബല വിഭാഗങ്ങൾ നായരും ഈഴവരുമാണ് പ്രബല വിഭാഗങ്ങൾ. കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 26% വരുന്ന സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഈസ് ഈഴവ കമ്മ്യൂണിറ്റി. ആ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഏക ഔപചാരികമായ യോഗമാണല്ലോ, അല്ലെങ്കിൽ സംഘടനയാണല്ലോ, സമ്മർദ്ദ ഗ്രൂപ്പാണല്ലോ, പ്രഷർ ഗ്രൂപ്പാണല്ലോ SNDP, അല്ലേ? ശ്രീനാരായണി പ്രസ്ഥാനം. കാരണം ശ്രീനാരായണീയർക്ക് നിലയും വിലയും ഉണ്ടായ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് നേട്ടങ്ങൾ ചരിത്രപരമായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്, മഹത്തായ പ്രസ്ഥാനമാണ്. കുമാരനാശാൻ ഉൾപ്പെടെ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരം ഒരുപോലെ ഏറ്റുവാങ്ങുന്ന ആളാണ് എന്ന് അദ്ദേഹം പോലും പറയില്ല. കേരള സമൂഹം വളരെ വിമർശനപരമായിട്ടാണ് ഈഴവ സമുദായത്തിനുള്ളിൽ നിന്ന് പോലും ഏറെ വിമർശനങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പറയുന്നു,
നായർ ഈഴവ ഐക്യത്തിന് വീണ്ടും സമയമായിരിക്കുന്നു. ഒരിക്കൽ കൂടി സാമുദായിക ഐക്യമുണ്ടാകണം. SNDP വിൽ ടേക്ക് ഇനിഷ്യേറ്റീവ് ടു ടോക്ക് ടു NSS. SNDP 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി എറണാകുളത്ത് വെച്ച് യോഗം ചേരുന്നു. അന്ന് എടുക്കുന്ന ചില നിർണായക തീരുമാനങ്ങൾ അനുസരിച്ച് NSSുമായി ഒരൈക്യത്തിൽ വേണം പോകാൻ. അതിനെന്താ കുഴപ്പം? NSSും SNDPയും രണ്ടും ഹൈന്ദവ സമുദായ സംഘടനകളല്ലേ, അതിനെന്താ കുഴപ്പം? പക്ഷേ ഇവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയമുള്ളത്. അതുകൊണ്ട് അടുത്ത പുറത്തേക്ക് നോക്കാം. വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞ അതേ നിമിഷം അങ്ങ് പെരുന്നയിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പത്രസമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കേവലം യാദൃച്ഛികമായി വെള്ളാപ്പള്ളി പറഞ്ഞത് പൂർണ്ണമായി കേട്ടതിന് ശേഷമാണോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിൽ കൃത്യമായ ഒരാൾ അവസാനിപ്പിക്കുന്നു, അടുത്തയാൾ തുടങ്ങുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പൂർണ്ണമായ മാധ്യമം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം പൂർണ്ണമായും SNDP NSS നേതാക്കൾക്ക് കേരള ജനതയോടായി, കേരളത്തിലെ രാഷ്ട്രീയക്കാരോടായി എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും എൻഡോഴ്സ് ചെയ്യുന്ന ശ്രീ G. സുകുമാരൻ നായരെ കാണുന്നു. അദ്ദേഹം പറയുന്നു, വെള്ളാപ്പള്ളി നടേശനുമായി ചരിത്രപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തനിക്കെതിരെയും ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പ്രായമുള്ളൊരു മനുഷ്യനല്ലേ, സാരമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെ കാറിൽ കയറി ശബരിമലയിൽ എത്തിയതിന് വലിയ ഒരു വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? പ്രായമായ ആളല്ലേ, മുഖ്യമന്ത്രി കാറ് കാണുന്നതിന് മുൻപ് കാറ് കണ്ടിട്ടുള്ള ആളല്ലേ വെള്ളാപ്പള്ളി? ഇതെല്ലാം പറയുകയാണ്. ശരിയാണ്, വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നത് NSSുമായി സഖ്യം, സൗഹൃദം ആണെങ്കിൽ തങ്ങളതിന് തയ്യാർ. അതിന് NSSൻ്റെ ഘടനകളുമായി ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ ജനറൽ സെക്രട്ടറിക്ക് മുൻകൂട്ടി തൻ്റെ ആഗ്രഹം പറയാമല്ലോ, തൻ്റെ താല്പര്യമാണ്, തൻ്റെ തീരുമാനമാണ്, പക്ഷേ NSS തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഒരേ വ്യക്തിയെക്കുറിച്ച്. അതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കടന്നാക്രമണം സതീശൻ നേരിട്ടു. അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ കടന്നാക്രമണം. സമുദായ നേതാക്കളുടെ അരമനകളുടെയും ഒക്കെ തിണ്ണ നിരങ്ങാൻ തന്നെ കിട്ടില്ല എന്ന് വമ്പ് പറഞ്ഞ ശ്രീ VD സതീശൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തിണ്ണ നിരങ്ങിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ കാക്കനാട് കത്തോലിക്ക ബിഷപ്പുമാരുടെ കോൺഫറൻസ് അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ സിനഡ് എന്നാണ് പറയുക, നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കയറി ചെന്ന മാന്യനാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുക. തങ്ങൾ സമദൂരമാണ് എന്നൊക്കെ പറയും. അത് ശരിദൂരം അതിനകത്ത് കണ്ടെത്തി. സതീശൻ്റെ കാര്യത്തിലൊരു ശരിദൂരം കണ്ടെത്തി. പറവൂർ മത്സരിച്ച സതീശൻ ഇവിടെ തിണ്ണ നിരങ്ങാൻ വന്നിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്. അദ്ദേഹത്തിന് കാര്യമായ സഹായം NSS ചെയ്തു കൊടുത്തു. അത് വാങ്ങി. എങ്ങനെയാണ് വാങ്ങിയത്? NSSൻ്റെ ശാഖകളിൽ വിളിച്ചു പറഞ്ഞു അവർ VD സതീശന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സമദൂരമാവുക എന്നൊരു ചോദ്യമുണ്ട്. ദോഷൈക ദൃക്കൾ അങ്ങനെ ഒരു ചോദ്യവും ചോദിക്കും. അപ്പോൾ സമദൂരം പോലും വിടിഞ്ഞ് VD സതീശൻ്റെ കാര്യത്തിൽ തങ്ങളൊരു ശരിദൂരം കണ്ടെത്തി, അദ്ദേഹത്തെ സഹായിച്ചു എന്നിട്ടാണ് നന്ദികേട് പറയുന്നത് NSSനെ കുറിച്ചും ഉൾപ്പെടെ സമുദായ ആചാര്യന്മാരെക്കുറിച്ച്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ VD സതീശൻ ഒരു ശത്രുവാണ്. രമേശ് ചെന്നിത്തല ശത്രു അല്ല. രമേശിനോളം യോഗ്യതയുള്ള UDF നേതാവാരെ ഇവിടെ സംശയം ജനിക്കുന്നു. രമേശ് ചെന്നിത്തലയോട് ചെറിയ സ്നേഹവും VD സതീശനോട് ചെറിയ പരിഭവവും, ചെറുതല്ല സ്വല്പ വൈരാഗ്യവും എല്ലാമുള്ള വാക്കുകൾ, ഇത് നാനാർത്ഥങ്ങളുള്ളതാണ്. അപ്പോൾ അടുത്ത ഭരണം UDF ആകാം, LDF ആകാം. അതേക്കുറിച്ച് കൃത്യമായ സൂചനകളൊന്നും തന്നെ ശ്രീ G. സുകുമാരൻ നായർ പറയുന്നില്ല. പക്ഷെ G. സുകുമാരൻ നായർ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഭരണമാറ്റം ആസന്നമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു മാറ്റത്തിന് അനുകൂലമാണ് എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം. അതല്ലല്ലോ സംഭവിച്ചത്. തുടർ ഭരണത്തിന് അനുകൂലമായി കേരള ജനത വിധിയെഴുതി. ഇനി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആകട്ടെ, G. സുകുമാരൻ നായർ ആകട്ടെ, തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കണം എന്നാഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഇടത് വലത് ഭേദമന്യേ തോൽപ്പിക്കാൻ കഴിഞ്ഞോ? നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം നടക്കൂ. ചില സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ ഈ MP ആയ, ഇപ്പോൾ MP, മുൻപ് ആലപ്പുഴ MLAയും ഒക്കെ ആയിരുന്ന കോൺഗ്രസിൻ്റെ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒന്നിലധികം പ്രാവശ്യം KC വേണുഗോപാൽ ഒരിക്കൽ പോലും ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമസഭയിലാകട്ടെ ലോക്സഭയിലാകട്ടെ പരാജയപ്പെട്ടിട്ടില്ല.
അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കൽപ്പനകൾ അവിടെ ക്യാമ്പ് ചെയ്ത് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചു. എന്തായി? പറവൂരിൽ SNDPയുടെ വോട്ടുകൾ പരമാവധി ശ്രീ വി ഡി സതീശനെതിരെ തിരിക്കാൻ നിയമസഭയിൽ കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും ശ്രമിച്ചതാണ്. വീണ്ടും വീണ്ടും ജയിച്ചു വരുന്നു. ശ്രീ വി ഡി സതീശൻ എത്രാമത്തെ പ്രാവശ്യമാണ്? 5 തവണ MLA ആയി. 2001 മുതൽ നിരന്തരം MLA സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് വി ഡി സതീശൻ. പറവൂരിൽ വി ഡി സതീശനെ പരാജയപ്പെടുത്താൻ SNDPക്കോ വെള്ളാപ്പള്ളി നടേശനോ ആയില്ല. അപ്പോൾ പിന്നെ എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനാകട്ടെ G. സുകുമാരൻ നായരാകട്ടെ പറയുന്നത്? അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശനും G. സുകുമാരൻ നായർക്കും ഒരു അജണ്ടയുണ്ട്. അടുത്ത പ്രാവശ്യം ഭരണം UDFനാണെങ്കിൽ പോലും അതിൻ്റെ തലപ്പത്തെ വി ഡി സതീശൻ ഉണ്ടാവരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. വേണമെങ്കിൽ രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, ഇനി KC വേണുഗോപാൽ ആയാലും ഒരു പക്ഷേ കുഴപ്പമില്ല. പക്ഷേ തങ്ങളുടെ പ്രിഫറൻസ് പറയാതെ പറഞ്ഞു വെക്കുന്നു. NSSും SNDPയും അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നു തങ്ങളുടെ പിന്തുണ LDFനാണ്. ഭഗവാന്റെ സമ്പത്ത് കള്ളൻ കൊണ്ടുപോകുന്നതിൽ ശ്രീ G. സുകുമാരൻ നായർക്കും കലിപ്പൊന്നുമില്ല, പരിഭവമില്ല. ആചാര സംരക്ഷണ സമയത്ത് 2019 തെരുവിലാദ്യം ഇറങ്ങിയത് NSS ആണ്. BJP പോലും തെരുവിലിറങ്ങുന്നതിന് മുൻപ് തന്നെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ കാട്ടന്നാക്രമിച്ചുകൊണ്ട് വനിതാ പ്രവേശനത്തിന് CPMും പിണറായി വിജയനുമാണ് സ്ത്രീ പ്രവേശനം ഈ ആചാരം ലംഘിക്കുന്നതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരന്തരമായി ഈ ക്ഷേത്രത്തെ പങ്കിലമാക്കാൻ CPM ശ്രമിച്ചു, ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് NSS നാമജപ യാത്രകൾ നടത്തിയത്. പിന്നീട് എല്ലാ പാർട്ടികളും അത് ഏറ്റുപിടിക്കുകയും അവസാനം UDF അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF അതിൻ്റെ പ്രയോജനം നേടുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കാട്ടിയ ആർജവം അതിൻ്റെ ഒരു 10-1 100 പോലും ഇവിടെ കാട്ടുന്നില്ല. ഇവിടെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറയുന്നത്. ഇവിടെ CPMൻ്റെ ഉന്നത നേതാക്കൾ സംശയമുനയിലാണ്, ആരോപണ വിധേയരാണ്, അറസ്റ്റിലുമാണ്. നിയമത്തിന് മുന്നിൽ പോയാൽ തീർച്ചയായും CPMന് ഇതിൽ നിന്നും കൈകഴുകാനാവില്ല എന്ന് നിഷ്പക്ഷമായ വിവരം ഈ കാര്യം അവലോകനം ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. ശബരിമലയിലെ കൊള്ള ഒരു വിഷയമല്ല, NSSനും SNDPക്കും വിഷയമല്ല. പക്ഷേ ഹൈന്ദവ സമൂഹത്തിന് അങ്ങനെ ആവുമോ എന്നത് സംശയമാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഹൈന്ദവ സമൂഹമല്ല. ഈ ക്ഷേത്ര സമ്പത്താണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കേരള സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ആസ്തിയല്ലേ. ദേവസ്വം ബോർഡിൽ അഴിമതി നടന്നാൽ കേരളത്തിലെ ഓരോ ആളിൻ്റെയും ഓരോ വ്യക്തിയുടെയും ഓരോ സംവിധായകൻ്റെയും ഒരു കൺസേൺ അല്ലേ അത് ഗവൺമെൻറ്റുമായി ബന്ധമില്ലാത്തൊരു സമിതിയാണെന്ന് പറയാനാവുമോ? ആ ഒരു നിലയിൽ നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പം NSS SNDP ഒരു യോജിപ്പ് ആർക്കെതിരെയാണെന്നും കൂടെ ഓർക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോയിന്റ് നമ്പർ 4, they are converging their energies, they are pulling up their resources, intellectual, physical, material and electoral resources against one party called Muslim League. അപ്പോൾ മുസ്ലിം ലീഗിനെയാണ് ഇവിടെ വിഷയം. മുസ്ലിം സമുദായത്തെ അല്ല എന്ന് രണ്ടുപേരും ആവർത്തിച്ച് പറയുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദമാണോ മുസ്ലിം ലീഗ് എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ മുസ്ലിം ലീഗ് കേരളം എടുക്കാൻ പോവുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതാണ് മുസ്ലിം ലീഗാണല്ലോ വിദ്യാഭ്യാസം കൈയാളുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ആയിരിക്കും തീരുമാനങ്ങൾ ആത്യന്തികമായി എടുക്കുന്നത്. ആര് മുഖ്യമന്ത്രി ആയാലും സൂപ്പർ മുഖ്യമന്ത്രിയാവുന്നത് പാണക്കാട് നിന്നുകൊണ്ട് തങ്ങൾമാരായിരിക്കും, അല്ല എങ്കിൽ കുഞ്ഞാലിക്കുട്ടിമാരായിരിക്കും എന്ന ചിന്തയാണ്. നോക്കൂ, NSSനും SNDPക്കും ഉള്ള പരിഭവം നോക്കൂ. NSSനും SNDPക്കും ഉള്ള പരിഭവം അവരുടെ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നു. പക്ഷെ കണക്കുകൾ നിരത്തിക്കൊണ്ട് PMA സലാം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നു അങ്ങനെയല്ല, തങ്ങൾക്കുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം ഇത്രയുമേ ഉള്ളൂ. 10-30 സ്ഥാപനങ്ങൾ, എയ്ഡഡ് സ്ഥാപനങ്ങൾ, അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിക്കുന്നത് ആരുടെയും ഔദാര്യമല്ല. അവർ തന്നെ വിഭവം കണ്ടെത്തുന്നു, ചെലവഴിക്കുന്നു. പക്ഷേ എയ്ഡഡ് എന്ന് പറഞ്ഞാൽ നികുതിദായകൻ്റെ പണം, നികുതിദായകൻ്റെ നികുതി വരുമാനം അതെടുത്തുകൊണ്ട് അധ്യാപകർക്ക് ശമ്പളം, ജീവനക്കാർക്ക് ശമ്പളം, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ ഗവൺമെൻറ് കൊടുക്കുന്ന അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ് ഇവിടെ വിഷയം. അവിടെ നോക്കൂ, ഹിന്ദു വിഭാഗങ്ങൾക്കെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഉള്ള സ്ഥാപനങ്ങൾ NSSൻ്റെയും SNDPയുടെയും സ്ഥാപനങ്ങൾ 10-40 എണ്ണം വരും, 40-45 എണ്ണമെങ്കിലും വരും. മുസ്ലിങ്ങൾക്ക് അതിനേക്കാൾ വളരെ കുറവാണ്.
അവർ പറയുന്നത് തങ്ങൾക്ക് 30-ൽ താഴെ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ എയ്ഡഡ് മേഖലയിൽ, കോളേജുകളുടെ കാര്യമാണ്. ഇനി ക്രിസ്ത്യാനികൾക്ക് 80-ൽ പരം കോളേജുകളുണ്ട്, എയ്ഡഡ് കോളേജുകൾ തന്നെയുണ്ട്. വിവിധ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ ഭാഗമായി ഓർത്തഡോക്സ്, ജേക്കബൈറ്റ് ആൻഡ് മാർത്തോമ കത്തോലിക്ക സമൂഹത്തിൻ്റെ വിവിധ രൂപതകൾ, വിവിധ അവാന്തര വിഭാഗങ്ങൾ, ലത്തീൻ കത്തോലിക്ക അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾ എല്ലാം തന്നെ സീറോ മലബാർ, സീറോ മലങ്കര ആൻഡ് ലത്തീൻ റീത്തുകളിലായി വിവിധ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ ഇപ്പോൾ ബുദ്ധിപരമായ ഒരു സമീപനം NSSൻ്റെയും SNDPയുടെയും ജനറൽ സെക്രട്ടറിമാർ ചേർന്നെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ കാണുന്നു. അതായത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നതിനെ ഒരു ഭേദഗതി വരുത്തിയിരിക്കുന്നു. നായാടി മുതൽ നസ്രാണി വരെ മുസ്ലിങ്ങളുടെ കടന്നുകയറ്റത്തിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് കേരളത്തിലെന്ന് പറയുന്നു. കൃത്യമായ വർഗീയതയല്ലേ? അപ്പം ക്രൈസ്തവ ന്യൂനപക്ഷവും ഇസ്ലാമിക ന്യൂനപക്ഷവും കേരളത്തിൽ പ്രബല സമൂഹങ്ങളാണ്. ഇസ്ലാമിക ന്യൂനപക്ഷത്തിന് ഏതാണ്ട് 27% വോട്ടുണ്ട്. 27% അവരുടെ അംഗസംഖ്യ. ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് 18%. അപ്പം 27ഉം 18ഉം ചേർന്നാൽ 45%. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ഇസ്ലാമിക ന്യൂനപക്ഷങ്ങൾ ചേർന്നാൽ 45%. ബാക്കിയുള്ള 55% ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അത് പലതായി ചിതറി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാകുന്നു എന്നത് ഒഴിവാക്കാൻ, മുസ്ലിംകളെ മാത്രം നടത്തി മാറ്റാൻ, അത് മുഴുവൻ തന്നെ മുസ്ലിം ലീഗാണ് എന്ന് വിവക്ഷിച്ചു കൊടുക്കുകയാണ്. അതേസമയം സമാന്തരമായി മുസ്ലിം ലീഗിനേക്കാൾ അപകടകാരികളായ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, അതുപോലെ മറ്റ് സാമുദായിക സംഘടനകൾ, നിരോധിക്കപ്പെട്ട ചില സംഘടനകൾ ഉൾപ്പെടെ, അപ്പം SDPI, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളും പാർട്ടികളും ഇതെല്ലാം തന്നെ UDF പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് രാഷ്ട്രീയമായി CPM പറയുന്നു. സമാനമായ CPM എന്താണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിന് സമാനമായ ഒരു റെറ്ററിക്കല്ലേ NSSൻ്റെയും SNDPയുടെയും സാമുദായിക നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് എൻജിനീയർഡാണ്, ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്നാരെങ്കിലും ചിന്തിച്ചാൽ കുറ്റം പറയാനാവുമോ? അതുകൊണ്ടാണ് എൻ്റെ ഒരു ചിന്ത, CPMൻ്റെ LDFൻ്റെ തുടർ ഭരണം SNDP യോഗവും NSSും അതിൻ്റെ നേതൃത്വം അത് എപ്പോഴും ഞാൻ പറയുമ്പോൾ അതിൻ്റെ നേതൃത്വം എന്ന് മാത്രമേ പറയാനാവൂ. ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം അവർ പറയുന്നു എന്നൊരു ചിന്ത എനിക്കില്ല. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വിവിധ അഭിപ്രായങ്ങളുള്ളവർ SNDPയിൽ NSSൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അറിയാമത്. പക്ഷേ സാമുദായിക നേതൃത്വം പറയുന്നത് മുഖവിലിക്കെടുക്കാതിരിക്കാനും ആവില്ലല്ലോ. അല്ല എങ്കിൽ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ അതിശക്തമായ മറുസ്വരങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകാത്തടത്തോളം കാലം സമുദായത്തിൻ്റെ പൊതു അഭിപ്രായമാണ് എന്ന് തന്നെ നിഗമനത്തിലെത്തേണ്ടി വരും. LDFൻ്റെ തുടർ ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് ന്യായമായ വിലപേശൽ നടത്താൻ ഇപ്പോൾ കഴിയുന്നത് LDFുമായിട്ട്. ഇതൊന്നും പ്രത്യയശാസ്ത്രപരമാണെന്നൊരു ചിന്തയൊന്നും എനിക്കില്ല കേട്ടോ. ഇടതുപക്ഷ അനുകൂലമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി മാർക്സിസം ലെനിനിസം ഇതൊന്നും അംഗീകരിക്കുന്നവരല്ല NSSോ SNDPയോ. അതല്ല, അവരുടെ സ്ഥാപനങ്ങൾ, ബിസിനസ് ഇൻട്രസ്റ്റ് സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ UDF വന്നാൽ ഒരുപക്ഷെ മുസ്ലിങ്ങൾ കണ്ണായ സ്ഥലങ്ങൾ കൊണ്ടുപോകും, സ്ഥാപനങ്ങൾ കൊണ്ടുപോകും, ഭരണത്തിൽ നിർണായക പങ്കുമുണ്ടാകും. താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം ഇരിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളായിരിക്കും. അവരോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികൾക്ക് നിർണായക സ്വാധീനമുള്ള പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളും വിധിയെഴുതി. എറണാകുളം ജില്ല മുൻപ് തന്നെ UDF അനുകൂല ജില്ലയാണ്, ഇടതുപക്ഷം ഭരിക്കുമ്പോഴും. ഈ അവസരം മുന്നോട്ട് പോയാൽ പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് UDF പോകും എന്ന ചിന്ത ഉണ്ട്. അത് NSSനും ഉണ്ട്, SNDPക്കും ഉണ്ട്. എങ്കിൽ പിന്നെ തന്ത്രപരമായ സമീപനം, പിണറായി വിജയനെ താങ്ങി നിർത്തുക, LDFനെ താങ്ങി നിർത്തുക. അത് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും പറഞ്ഞത് മുഴുവൻ തന്നെ ആ ലക്ഷ്യത്തിലേക്കാണ് നിൽക്കുന്നത്. ഇനി എൻ്റെ ടേക്കും കൂടി കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മൈ ടേക്ക്: മെജോറിറ്റി കൺസോളിഡേഷൻ, മെജോറിറ്റി റിലിജിയസ് കൺസോളിഡേഷൻ, അതായത് ഭൂരിപക്ഷ മത ധ്രുവീകരണം ഒരിക്കലും കേരളത്തിൽ ചരിത്രപരമായി നടന്നിട്ടില്ല, ഇനിയും നടക്കാൻ പോകുന്നില്ല. NSSൻ്റെയും SNDPയുടെയും താല്പര്യങ്ങൾ സംവരണ വിഷയത്തിൽ തട്ടി പല ആവർത്തി പോയതാണ്. അതുകൊണ്ട് സഹകരണമൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി SNDPക്ക് സംവരണമുണ്ട്, NSSന് സംവരണമില്ല.
ഈ സംവരണ വിഭാഗത്തെയും സംവരണം ഇല്ലാത്ത വിഭാഗത്തെയും ഒരുമിച്ച് നിർത്തുന്നത് ആരുടെ താല്പര്യമാണ്? അത് വർഗീയ താല്പര്യമൊന്നുമല്ല. അത് ചില സാമ്പത്തിക താല്പര്യങ്ങൾ, രണ്ട് സമുദായങ്ങളുടെയും ചില സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോക്ക് മാത്രമാണ് അവിടെ വിഷയം. ആ വർഗീയത എന്ന സിമ്പിൾ ലേബലിലൊന്നും അതിനെ കാണാനാവില്ല. അതുകൊണ്ടാണ് ഇതൊന്നും പ്രായോഗികമായി നടപ്പാകുന്ന കാര്യമല്ല. സമുദായ മേലധ്യക്ഷന്മാർ എന്തു പറഞ്ഞാലും സമുദായത്തിലെ അംഗങ്ങൾ അവരവരുടെ രാഷ്ട്രീയ കൺവിക്ഷൻ അനുസരിച്ച് വോട്ട് ചെയ്യൂ. ഭരണവിരുദ്ധ വികാരമുണ്ട് ഇവിടെ. അത് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വേർതിരിവില്ലാതെ തന്നെ കൃത്യമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മാത്രമല്ല, സാമുദായികമായൊക്കെ ചിന്തിക്കുന്ന എത്ര നായന്മാരുണ്ട് ഇവിടെ, എത്ര ഈഴവരുണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ട്. സാമുദായികമായി ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പ്രസക്തി നിലനിർത്താൻ ഇവരെ സാമുദായിക നേതാക്കന്മാർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നേ ഉള്ളൂ. പുതിയ കുട്ടികൾ, പുതിയ തലമുറ, ജെൻസി അല്ലെങ്കിൽ ജൻ ആൽഫ, അവർക്ക് എന്ത് സമുദായ സംഘടന? അവരൊക്കെ ഇത് ഔപചാരികമായി അവരുടെ പിതാക്കന്മാർ പോകുന്ന വഴിയൊക്കെ പോയേക്കാം. പക്ഷേ വോട്ടെടുപ്പ് വരുമ്പോൾ അവർ വികസനത്തിനുള്ള വോട്ടായിരിക്കും. അത് UDF ആണോ, LDF ആണോ, BJP ആണോ, വികസനത്തിലെ തങ്ങളുടെ തന്നെ താല്പര്യത്തിന്, സമുദായ താല്പര്യമല്ല, മത താല്പര്യമല്ല, തങ്ങളുടെ തന്നെ സാമ്പത്തിക ലൈഫിന് ഏത് ഗവൺമെൻറ് ആണോ മെച്ചം, അവർക്ക് വോട്ട് ചെയ്യാനുള്ള ബുദ്ധി, വിവേകം കേരളത്തിലെ പുതിയ തലമുറ കാട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ മിത്തൊന്നുമല്ല, സംഭവിച്ചിട്ടുണ്ട്. അതും ആരോഗ്യപരമാണെന്ന് ഞാൻ പറയില്ല, ആരോഗ്യപരമല്ല. പക്ഷേ ന്യൂനപക്ഷ കൺസോളിഡേഷൻ UDFന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യപരമല്ല, പക്ഷേ സംഭവിച്ചിട്ടുണ്ട്. അതിനെ പൊളിക്കാനായി ഭൂരിപക്ഷ കൺസോളിഡേഷനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ BJP അടങ്ങിയിരിക്കില്ല. BJPയുടെ സാധ്യതകളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം അത് കാണാൻ ശ്രദ്ധിക്കണം. ഇതിന് തുടർച്ചയായി അതുണ്ടാവും. അതുകൊണ്ടാണ് LDF ഒരു ഹിന്ദു സ്പേസിലേക്കാണ് ഇറങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് BJP കണ്ണടച്ച് അംഗീകരിച്ചു കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഭൂരിപക്ഷ കൺസോളിഡേഷൻ നടക്കില്ല. ക്രൈസ്തവ ഇസ്ലാം ഒരു സഖ്യം ഒരുപക്ഷെ സംശയത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് അതിൽ നിന്നും ന്യൂട്രലൈസ് ചെയ്യാൻ, രണ്ട് ന്യൂനപക്ഷ സമുദായത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. അതും പൂർണ്ണമായി സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100 ദിവസത്തിന് അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ. അതിനുള്ളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായ പൊളിറ്റിക്കൽ വോട്ട് ഉണ്ടാകട്ടെ. സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ പ്രക്രിയയെ ചവിട്ടിക്കലക്കാതെ ഇരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, കേരളത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായ മാനവികതയുടെ ആഘോഷം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.